മറ്റ് വാർത്തകളിലേക്ക്. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷിക്കാർക്കായുള്ള ട്രൈ സ്കൂട്ടർ വിതരണ ഉദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. ഭിന്നശേഷി സൗഹൃദമായ കൂടുതൽ വികസന പദ്ധതികൾ ജില്ലയിൽ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 69 ഭിന്നശേഷിക്കാർക്കാണ് സ്കൂട്ടർ വിതരണം ചെയ്തത്. നിലമ്പൂരിൽ ബി.ജെ.പി. സി.പി.ഐ.എം രഹസ്യ സഖ്യമെന്ന് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ഭദ്രാനന്ദ. പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയ ബി.ജെ.പിക്ക് വോട്ടെണ്ണൽ കഴിയുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ഭദ്രാനന്ദ പറഞ്ഞു. സി.പി.ഐ.എമ്മും ബി.ജെ.പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഭദ്രാനന്ദ കൂട്ടിച്ചേർത്തു. ഈ വോട്ട് എണ്ണൽ കഴിയുമ്പോൾ തന്നെ ബി.ജെ.പിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യമാവും. പ്രത്യേകിച്ച് BDJS കിട്ടിയതിന്റെ അത്ര പോലും ബി.ജെ.പിക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. കാരണം പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെയാണ് ഇവിടെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത്. അത് വ്യക്തമാക്കുന്നത് അവരുടെ വോട്ട് കച്ചവടവും അവരുടെ ആത്മാർത്ഥയില്ലായ്മയാണ്. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ അലയൻസ് CPM ആയിട്ട് തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഇപ്പം CPM-നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നു, പലതും ചെയ്യിപ്പിക്കുന്നു. ഇതിലൊക്കെ ഇവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഭാരതാംബയുടെ വിഷയം നമ്മൾക്ക് കാണുന്നില്ലേ? അപ്പൊ ഇവര് കപടത എന്ന് പറയുന്നത് CPM-ആയിട്ട് ഇവർക്ക് നല്ല അലയൻസ് ഉണ്ട്. CPM-ആയിട്ട് അത്രയും നല്ല അലയൻസ് ഉള്ളത് കൊണ്ടാണല്ലോ ഇവർ പിടിച്ചിരിക്കുന്നത്.